തീരദേശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പുതിയ പ്ലാൻ ഇന്ന് ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കും. 66 പഞ്ചായത്തുകൾക്ക് ഇളവ് നൽകുന്ന പ്ലാനാണ് സമർപ്പിക്കുന്നത്. ദേശീയ ഭൌമശാസ്ത്ര പഠന കേന്ദ്രമാണ് പ്ലാൻ തയ്യാറാക്കിയത്. പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി ആൻഡ് ചെയർമാൻ ഡോക്ടർ രത്തൻ യു ഖേൽഖറാണ് പുതിയ പ്ലാൻ കൈമാറുക. മുഹമ്മദ് ആഷിഖ് ചേർന്നു. ആഷിഖ്, വിവരങ്ങൾ. ഈ പുതിയ റിപ്പോർട്ട് പ്രകാരം വരാനിരിക്കുന്നത് കഴിഞ്ഞ 2019 കേന്ദ്ര നിയമത്തിലുണ്ടായ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിനു വേണ്ടി തീരദേശ പരിപാലനത്തിന് പ്രത്യേക പ്ലാൻ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തെ ഏൽപ്പിക്കുന്നത്. ഇവർ തയ്യാറാക്കിയ പ്ലാനിലായിരുന്നു ഈ കഴിഞ്ഞ 66 തീരദേശത്തെ ഏതാണ്ട് 66 പഞ്ചായത്തുകളെ CSR 2 നിന്ന് CSR 3 നിന്ന് CSR 2 മാറ്റാനുള്ള തീരുമാനം സർക്കാർ നയപരമായി കൈക്കൊള്ളുന്നത്. ഇതോടെ ഏതാണ്ട് 175ഓളം തീരദേശ പഞ്ചായത്തുകൾ ഉള്ളതിൽ 66 പഞ്ചായത്തുകൾക്ക് നിർമ്മാണ നിയന്ത്രണങ്ങളിൽ അടക്കം ഇളവുകൾ വരും. ഇത് വലിയ പ്രതീക്ഷയാണ് തീരദേശ ജനങ്ങൾക്ക് നൽകുന്നത്. ഇന്ന് ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറുകയും തുടർന്ന് കേന്ദ്ര സർക്കാർ അപ്രൂവ് ചെയ്യുന്നതോടെ പുതിയ തീരദേശ പരിപാലന പ്ലാൻ സംസ്ഥാനത്ത് നടപ്പാകും. ഈ പുതിയൊരു മാപ്പ് തന്നെയാണ് ഈ തയ്യാറാക്കിയിരിക്കുന്ന പുതിയ പ്ലാൻ. ഓരോ പഞ്ചായത്തുകളും ഏത് CRZ കാറ്റഗറിയിൽ പെടും എന്നതടക്കം വിശദീകരിക്കുന്ന വിശദമായ മാപ്പാണ് ഇന്ന് ചീഫ് സെക്രട്ടറിക്ക് കൈമാറുന്നത്. പുതിയ ഇളവുകൾ വരുന്നത് തീരദേശ പരിസ്ഥിതിക സംവിധാനങ്ങൾക്ക് പ്രശ്നമാകും, പരിസ്ഥിതിക്ക് ദോഷമാകും എന്ന വിഷയവും ഉന്നയിക്കുന്ന ആളുകളുണ്ട്. പരിസ്ഥിതി പ്രവർത്തകർ അടക്കം ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടുതൽ ഇളവുകൾ തീരദേശത്ത് വരുന്നതോടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നും കാട്ടുന്നുണ്ട്. പുതിയ മാപ്പിൽ, പുതിയ പ്ലാനിൽ പൊക്കാളിപ്പാടങ്ങളടക്കം CRZ 2 മാറുന്നതോടെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകും എന്നും പരിസ്ഥിതി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം മത്സ്യത്തൊഴിലാളികളടക്കമുള്ള തീരദേശ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നിർമ്മാണ പ്രവർത്തനങ്ങളിലടക്കം നിയന്ത്രണങ്ങളിൽ ഇളവ് വരുന്നതോടെ ഉണ്ടാകും. ഏതായാലും ഇന്ന് സമർപ്പിക്കുന്ന തീരദേശ പരിപാലന പ്ലാൻ സംസ്ഥാനത്തിന്റെ തീരദേശത്തിന്റെ ആകെത്തുകയിൽ വലിയ നിർണായകമായ സ്വാധീനം ഉണ്ടാക്കും എന്ന് തന്നെ പറയാൻ കഴിയും. ശരി, 66 പഞ്ചായത്തുകൾക്ക് ഇളവ് നൽകുന്ന തീരദേശ സംരക്ഷണത്തിന്റെ പുതിയ പ്ലാനാണ് ചീഫ് സെക്രട്ടറിക്ക് ഇന്ന് കൈമാറാൻ പോകുന്നത്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് ആഷിഖാണ്.